പറ്റി മോളെ? ഓ, ഇന്ന് ഗുളിക കഴിച്ചില്ലേ? ഇനി കിടന്നോ കേട്ടോ. അപ്പാ, പിന്നെ ഒരു കാര്യം, ചേച്ചിയുടെ അടുത്തേക്ക് പിള്ളേരെ അധികം അടുപ്പിക്കണ്ട. അവർക്ക് ചിലപ്പോൾ അത് ബുദ്ധിമുട്ടാവും. ആ രണ്ടാളും ഉറങ്ങിയോ? അപ്പച്ചാ, ഞാൻ ഇറങ്ങിയില്ല. ജൂൽ എപ്പോഴും വണ്ടിയെ കയറുമ്പോഴേ ഇറങ്ങും. അത് കൊള്ളാമല്ലോ. അപ്പച്ചാ, ഇനിയും കുറെ ദൂരമുണ്ടോ വീട്ടിലെത്താൻ? കുറച്ചുകൂടി ഉള്ളൂ. പപ്പ പഠിച്ച സ്കൂളിലെ ഞങ്ങളെ കാണിക്കണേ. പിന്നെന്താ, കാണിക്കാമല്ലോ. ആ മോളെ, എണീക്ക്. ദാ വീടെത്തി. ബാബാ, ഇറങ്ങിക്കേ, സൂക്ഷിച്ച്. അടിപൊളി വീടാല്ലേ? മോളെ റീനേ, ആഹാ, അപ്പച്ചാ, എന്റെ ഹൗസ് ഇങ്ങനെയൊന്നല്ല, 4th ഫ്ലോറിലാ. ഓ, ഇത് നാട്ടുപുറല്ലേ മോളെ? ഇവിടെയൊക്കെ എങ്ങനെയാ? ആ, വന്നേനി, വാ, നമുക്കൊന്ന് ഫ്രഷ് ആവാം. ആഹാ, നല്ല ചൂട് ചപ്പാത്തിയാണേ. ഇതങ്ങ് ഒഴിച്ച് നല്ലപോലെ ചൂടാണ് കേട്ടോ. ആ, കഴിച്ചോണം കേട്ടോ, മിടിക്കായിട്ട് കഴിച്ചോണം കേട്ടോ മോളെ. മോളെ റീന, മോളെ എഴുന്നേറ്റേ, ഇത് കഴിച്ചേ, എണീക്ക്. മോളെ, നീ എന്നാ പുറത്തേക്കൊന്നും വരാത്തത്? അവർ നിന്നെ കൂടി കാണാൻ വേണ്ടിയിട്ടല്ലേ വന്നത്? കൊച്ചുകുട്ടികളല്ലേ, അവർക്ക് എല്ലാം വിഷമാകിയല്ലേ. ആ, നീ കഴിക്കും മോളെ. ആഹാ, കഴിച്ചില്ലേ? രണ്ടുപേരും കഴിച്ചേ. മക്കൾക്ക് അപ്പച്ചന്റെ വീടൊക്കെ ഇഷ്ടായോ? അപ്പച്ചാ, ഇവിടെ അപ്പച്ചനും റീനാൻറ്റി മാത്രമേ ഉള്ളൂ. അപ്പച്ചാ, ഞാൻ ഇവിടെ നിന്നോട്ടെ? പപ്പ പഠിച്ച സ്കൂളിൽ എന്നെയും കൂടെ ചേർക്കാവോ? അപ്പച്ചാ, ഇവിടെ ജെറോമിന് മാത്രമല്ല, എനിക്കും ഇവിടെ പഠിക്കണം. നീ ഇപ്പൊ എന്നാ വിളിച്ചേ? ജെറോമോ എന്നോ? ചേട്ടായി എന്ന് വിളിക്കടി. സോറിയുടെ ചേട്ടായി. എടി കാന്താരി, ഇപ്പൊ
ഇപ്പൊ പറഞ്ഞ കാര്യം പപ്പായോട് പറയണ്ടേ? ഉം. പപ്പ സമ്മതിക്കുമോ? ഉം. പപ്പ സമ്മതിച്ചാൽ ഇവിടുത്തെ സ്കൂളിൽ രണ്ടുപേരെയും ചേർത്ത് അപ്പച്ചൻ നിങ്ങളെ നോക്കിക്കോളും. ഓക്കെ? അപ്പച്ച ഉം. മമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പച്ചന്റെ വീടിന്റെ അടുത്തൊരു പാടി ഫീൽഡും റിവറും ഉണ്ടെന്ന്. എന്നെ അങ്ങോട്ട് കൊണ്ടുപോവോ? അപ്പച്ചൻ്റെ നാട്ടിൽ എന്തൊക്കെയുണ്ടെന്നറിയോ? പപ്പ വരുന്നതിന് മുമ്പ് നിങ്ങളെ രണ്ടുപേരെയും അപ്പച്ചനെല്ലാം കൊണ്ടുപോയി കാണിക്കും കേട്ടോ. ആ. നീ ഇതെങ്ങനെ ഉണ്ടാക്കിയേ? അതൊക്കെ ഉണ്ട്. ജുവലെ, ഞാനും വരുന്നു. സോമ, നാളെ ആ വളക്കട വരെ ഒന്ന് പോണേ. അവിടെ ചെന്നിട്ട് അതൊന്ന് മേടിക്കണം കേട്ടോ. പിന്നെ 3-4 ദിവസത്തേക്ക് ഞാനിവിടെ കാണിയല്ല. എല്ലാം നോക്കിക്കൊണ്ടും ചെയ്തോണം. റോയിയുടെ മക്കൾ വന്നിട്ടുണ്ട്. അപ്പോൾ അവരെ കൊണ്ടൊന്ന് കറങ്ങാൻ പോകണം. ആ, ഇതെന്നാ പറ്റി എൻ്റെ പുത്തിന്? ആന്റി എന്നെ പേടിപ്പിച്ചു. ഓ, സാരമില്ല മോളെ. ആൻറ്റിക്ക് മേലാത്തതല്ലേ. മോള് വാ, വാ വാ, മോള് വാ, വാ. എടി, മാങ്ങ കിട്ടിയടി. ഹായ്. അപ്പച്ചാ, നമുക്ക് ഹൈഡ് ആൻഡ് സീക്ക് കളിക്കാം. ആ, കളിക്കാം കളിക്കാം. ആ, വിളിക്കാം. 1 2 3 4 5 6 7 8 9 10. സാറ്റേ. അപ്പച്ചൻ തോറ്റേ. അപ്പച്ച സാറ്റ്. ആ, ആ നമസ്കാരം. ആ നമസ്കാരം. മാഷേ, ജോസേട്ടാ എന്നാണ്ട് വിശേഷം? സുഖം. ജോസേട്ടാ റോയി വന്നോ? അവൻ മറ്റന്നാളെ എത്തുള്ളൂ. ആ ചേട്ടാ റീനയ്ക്ക് എങ്ങനെയുണ്ട് ഇപ്പം? ഓ, യാതൊരു മാറ്റവും ഇല്ല. ഞാൻ ധരിച്ച് ഇവരൊക്കെ വരുമ്പം എന്തെങ്കിലുമൊക്കെ മാറ്റം വരുമെന്ന്. റോയ്ക്കാണേ ഒരേ നിർബന്ധം, അവളെ എവിടെയെങ്കിലും കൊണ്ടേ ആക്കണമെന്ന്. ഓ, നമുക്കൊരു മനസാക്ഷിക്ക് വേണ്ടേ മാഷേ? അവളല്ലല്ലോ ഇതിൻ്റെയൊക്കെ കാരണം. ആ, അതൊക്കെ പോട്ടെ. മാഷിപ്പോഴും എഴുത്തും വായന അതല്ലേ ഏട്ടാ നമ്മുടെ ബന്ധുക്കൾ. എല്ലാം ശരിയാകും കേട്ടോ. എന്നാ ശരി ഏട്ടാ, ഇടയ്ക്ക് കാണാം. ആ. ഓക്കെ, കാണാം കേട്ടോ. കാണാം.
ഇരിക്കും. പിള്ളേർ വന്നിട്ട് എന്തേ? അവരുറങ്ങുക. ആ, ഞാൻ വന്നതേ നമ്മുടെ പാടം ഇത്തവണ പാട്ടത്തിന് കൊടുക്കുന്നുണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ടാ. അതിത്തവണയും പാട്ടത്തിന് കൊടുക്കുക. അതെ, നമ്മുടെ പാടത്തോട് ചേർന്ന് ഒരു 4 ഏക്കർ കൂടി കൊടുക്കാനുണ്ട്. അതും കൂടി ഒന്ന് പറയാനാണ് ഞാൻ വന്നത്. ഓ, അതൊന്നും വേണ്ട. നീ ഒന്നാമത് നോക്കി നടത്താൻ സമയമില്ല. ഉം. പിന്നെ പഴയതുപോലെ പണിക്കാരെ കിട്ടാനില്ല. ഉം. അതൊന്നും നടക്കുന്ന കാര്യമല്ലേ, അതൊന്നും വേണ്ട. എന്നാ ശരി, എന്നാ ഓക്കെ. ഞാനേ വൈകിട്ട് വിളിച്ചു പറയാം കേട്ടോ. അപ്പച്ച ഒന്ന് വാ അപ്പച്ച. ആ, വരുന്നു അപ്പച്ച ഒന്ന് വാ. വരുന്നു. എങ്ങനെയുണ്ട്? അപ്പച്ച ഇവിടെ നല്ല രസാണല്ലോ. അപ്പച്ച അതൊന്നൊരു പറക്കുന്ന സാധനം. അതാണ് എരണ്ട. രണ്ടയോ? എരണ്ട. നമുക്കതിനെ പിടിക്കാൻ പറ്റുമോ? പിടിക്കാം. കണ്ടോ, അവിടെയൊക്കെ ഉണ്ട്. അപ്പച്ചൻ പറഞ്ഞില്ലേ ഇവിടെ ഒരു റിവർ ഉണ്ടെന്ന്? അതെ, അത് ഇവിടെയല്ല, അത് വേറെ സ്ഥലത്താ. നമുക്ക് വേറെ ദിവസം പോകാം കേട്ടോ. അപ്പച്ച ആന്റിയുടെ ഞങ്ങളെ മിണ്ടാത്തെ? ആന്റിക്ക് വയ്യാത്തത് കൊണ്ടല്ലേ മോനെ. ആന്റിക്ക് എന്താ പറ്റിയതാ? ചേട്ടായി വാ. പതുക്കെ പോടി. വീഴല് പതുക്കെ ഓട്. വീഴല്ലേ. ചേച്ചി നിക്ക് ചേച്ചി നിക്ക് നിക്ക് ചേച്ചി. അപ്പച്ചാ കൊണ്ടുപോകരുതേ എൻ മുരളി, കൊണ്ടുപോകരുതേ. പണ്ടു പാടിയ പാട്ടിനൊരെണ്ണം ചുണ്ടിലോറുമ്പോ, കൊണ്ടുപോകരുതേ എൻ മുരളി, കൊണ്ടുപോകരുതേ. പാടി പാടി ചുണ്ടുകളോറും പാതിരാപ്പൂങ്കുഴലുകൾ പോലെ, പാടി പാടി ചുണ്ടുകളോറും റീനാന്റി, ചേട്ടായി ഇത് കണ്ടോ? ഒന്ന് കാണിച്ചേടി. ഹലോ. ഹായ്. ആ, നിങ്ങൾ നടന്നോ, ഞാനിപ്പം വരാം. ആ, എന്നാ ഉണ്ട്? ആ വാ വാ, കുറേ നാളായല്ലോ കണ്ടിട്ട്. ഞാൻ അറിഞ്ഞായിരുന്നു സാറേ കൊച്ചുമക്കൾ വന്ന കാര്യം. പിന്നെ സാറിന് തിരക്കാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ വിളിക്കാതിരുന്നത്. റോയി എത്തിയോ? നാളെ എത്തും. ഓഹോ, മകൾക്കിപ്പം ആ, മാറ്റമുണ്ട്. കുട്ടികൾ വന്നതിന് ശേഷം. മോൾക്ക് പറ്റിയ ട്രീറ്റ്മെൻറ്റാ.
ഈ കുട്ടികളുടെ കൂടെയുള്ള ഈ കളിയും ചിരിയും ഒക്കെ. ഇനിയിപ്പോൾ അവർ പോയി കഴിയുമ്പോഴാണ് അതാ സാറേ വിഷമം. ഒറ്റപ്പെടൽ ഏത് പ്രായത്തിലും ഒരു വല്ലാത്ത അവസ്ഥയാണ്. സാറിനറിയാമല്ലോ എൻ്റെ കാര്യം. ഓരോ യാത്രകളും സംഘടനകളും ഉള്ളതുകൊണ്ട് അങ്ങനെ അങ്ങ് പോകുന്നു. മക്കൾ വിളിക്കാറുണ്ടോ? ആ, അവർക്കൊക്കുമ്പം ഇപ്പം പണ്ടത്തെ പോലെ ഒന്നും അല്ലല്ലോ. ഇപ്പം ബന്ധങ്ങളില്ലല്ലോ സാറേ. ഓരോരുത്തർക്കും അവരവരുടെ കാര്യം. എന്നാ ശരി, ആ ഓക്കെ, കാണാം. കാണാം. ആന്റി വാ. ഈ സ്ഥലം മോൾക്ക് ഇഷ്ടപ്പെട്ടോ? ആ, നല്ല പൂവാണല്ലോ. ആന്റിക്ക് എന്നെ ഇഷ്ടാണോ? ഒത്തിരി ഇഷ്ടാണല്ലോ. പൊന്നു, ആന്റിക്കൊരു പാട്ട് പാടിത്തരുമോ? കണ്ണാൻ തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാവില്ലല്ലോ ഇന്നെന്നുള്ളിൽ പൂക്കാലം. കണ്ണാൻ തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ ഇന്നെന്നുള്ളിൽ പൂക്കാലം. വെള്ളാങ്കല്ലിൻ ചില്ലും കൂടും ഉണ്ടാക്കാം. ഇതെപ്പോഴും പപ്പ പാടുന്ന. പപ്പ നാളെ വരും, ഞങ്ങളെ കൊണ്ടുപോകും. ആന്റി വരുന്നുണ്ടോ? അപ്പച്ചാ വാ, ജൂലൈ വാ. ആ, പപ്പ, അവര് പോവാണോ പപ്പ? ഇവരെ വിടണ്ട പപ്പ. ആ പപ്പ. ആ വാ വാ വാ. ചെന്നാട്ടെ, പിന്നെ കാണാം കേട്ടോ. അതിനോ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അത്രയ്ക്ക് പ്രഷറുണ്ട് ഷിലിങ്കർ നമ്മുടെ കമ്പനിയുടെ ഭാഗത്തുനിന്ന്. ആ, ഇത്തവണ നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ആയില്ലെങ്കിൽ അത് നമ്മുടെ ജോബിനെ പോലും ബാധിക്കും. സ്റ്റഡി വിത്ത് ജോബ്, നമ്മുടെ അഡ്വർടൈസ്മെൻറ്റ് എസ്റ്റാബ്ലിഷ് ആക്കുക. യുനോ വൺ തിങ്, ഇപ്പോൾ ഇവിടെ +2 റിസൾട്ടൊക്കെ വന്ന സമയമാണ്. സോ സ്റ്റുഡൻസിനെ മാക്സിമം കവർ ചെയ്യണം. അനിയൻകുട്ടാ കരയണ്ടേ? ചേച്ചി വാ. അനിയൻകുട്ടാ വീഴല്ലേ? ആ ഹലോ. ആ എടാ, ഞാൻ 25-ാം തീയതി പോകാൻ പ്ലാൻ ചെയ്തിരിക്കുന്നു. ആ, എന്നാ റേറ്റിനാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത്? ആ ആ എന്നാൽ ശരിയടാ, ഓക്കെ, എന്നാൽ പിന്നെ വിളിക്കാം. ശരി. ആ അപ്പ എന്നോടെന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ. ഇതിപ്പോൾ നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല, നിന്നെ കുറ്റപ്പെടുത്താനും പറയുന്നതല്ല. നിനക്കൊന്ന് 8-10 വയസ്സ് കാണും. രണ്ടുപേരും കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് നിന്റെ ഓലപ്പന്ത് കുളത്തി വീണു. നീ അലറിക്കരയുക. നിന്റെ സങ്കടം സഹിക്കാനാകാതെ ചേച്ചി ആ ഓലപ്പന്തെടുത്ത് നിനക്ക് തന്നത്, കുളത്തിൻ്റെ ആഴം പോലും അറിയാതെ. പന്ത് കിട്ടിയ സന്തോഷത്തിന് നീ ഓടി അങ്ങ് പോയി. മുങ്ങിത്തന്നെ അവളെ അതുവഴി വന്നവരാ എടുത്തുകൊണ്ട് വന്നത്. അന്നത്തെ ആ പേടിയാ അവളിങ്ങനെയായത്. നീ ബോർഡിങ്ങിലായതുകൊണ്ട് നിന്നിതൊന്നും ഞാൻ അറിയിച്ചിട്ടില്ല. പിള്ളേർ വന്ന ശേഷം നല്ല മാറ്റമാണ്. എടാ, അവളിപ്പം പഴയ റീനയല്ല. ആ എടാ, സമയം ഒരുപാടായി, ഇനിയും കിടക്ക്.
അനിയൻകുട്ടാ താഴെ പോയി ചേച്ചി എന്റെ പന്ത് എനിക്ക് എന്റെ പന്ത് വേണം. നീ കരയാതെ ഞാൻ എടുത്തു തരാം. എന്റെ പന്ത് ഹായ് ചേച്ചി 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 അപ്പ ഈ മണ്ണും എൻ്റെ പൊന്നു ചേച്ചിയും വിട്ടിട്ട് ഞാൻ എങ്ങും ഇനി പോകുന്നില്ല. വാ നമുക്ക് കഴിക്കാം. നമുക്ക് പോയി കഴിക്കാം. കഴിച്ചിട്ടേ നമുക്ക് പിന്നെയും കളിക്കാവേ കേട്ടോ. ആ ഡെയ്സി, നീ റൂമിലെത്തിയോ? ആ അവരുറങ്ങി. ആ അവരും കിടന്നു. ആ ചേച്ചിയുടെ മാറ്റം വിശ്വസിക്കാൻ പറ്റുന്നില്ല. പപ്പയും ഹാപ്പിയാ. ഞാനെപ്പോഴും പറയാറില്ല തന്നോട്, എന്തോ ഒരു മിസ്സിങ്. നമ്മളെ നമ്മളാക്കാൻ വേണ്ടി ആഗ്രഹിച്ച ചില ബന്ധങ്ങളുണ്ട്. അവരുടെ ചില അവസ്ഥകളിൽ നമ്മുടെ സാമീപ്യം അവരാഗ്രഹിക്കും. അതവർക്ക് തിരിച്ചു നൽകുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സമ്പാദ്യം.